ഈ മഞ്ഞക്കൂവന്നെ എങ്ങനെയാണ് വെള്ള കളറുള്ള കൂവപ്പൊടി ഉണ്ടാക്കുക എന്ന് കണ്ടു നോക്കിക്കോളി. ഇല്ല ശിരിക്കുട്ടാ? ആ ശിരിക്കുട്ട കൊണ്ടാട്ടം ബീച്ചിക്കോ നന്നായിട്ട് വളയാണ്ട് വരട്ടെ ശിരിക്കുട്ടാ. ആ അങ്ങനെ ചന്തത്തിൽ വരണം, നീളത്തിൽ. ആ ഹിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ മഞ്ഞക്കൂവ പറിക്കലും കസ്തൂരി മഞ്ഞൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് അത് നടിയിലുമാണ്. ശിരിക്കുട്ടി ഇത് തുറക്കുന്ന പിടിക്ക് മാമ, ഇതിൽ പിടിക്ക്. ഇത് ഓൺലൈനായിട്ട് വാങ്ങിയാണ് കസ്തൂരി മഞ്ഞൾ. യൂട്യൂബിൽ കണ്ടിട്ട് വാങ്ങിയാണ്, വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടതാണ് കസ്തൂരി മഞ്ഞൾ. ഇത് കണ്ടില്ലേ? ഇത് കാക്കിലോനാണ്. കാക്കിലോനിക്ക് 140 രൂപയാണ് വില. എനിക്ക് എരുമൂര് കൃഷിഭവനിന്ന് രാമച്ചമ്പുല്ല്, കച്ചോലം, കസ്തൂരി മഞ്ഞൾ, ഇഞ്ചി, അതേമാതിരി ഒരുപാട് തിപ്പിലി, അതേമാതിരിയുള്ള അങ്ങനെയുള്ള ആയുർവേദിക്കിൻ്റെ മെഡിസിൻ വാല്യുള്ള ഒരുപാട് വിത്തുകൾ സൗജന്യമായി തന്നിട്ടുണ്ടായിരുന്നു 10-35 വർഷം മുമ്പ്. എല്ലാം ഓരോരോ ചെടികൾ. അന്ന് അതിൽ നിന്നുണ്ടാക്കിയ ചെടിയാണ് ഇവിടെ ഈ പറിക്കാൻ പോണ കസ്തൂരി മഞ്ഞൾ. അതിൻ്റെ വിത്താണ് കൈമാറി അങ്ങനെ വന്ന് എല്ലാ വർഷവും വെച്ച് ഇപ്പോൾ ഈ ലെവലിലേക്ക് എത്തി. പക്ഷെ ഇന്നിപ്പോൾ പറയുന്നത് ഇത് കസ്തൂരി മഞ്ഞളല്ല, മഞ്ഞക്കൂവയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ കസ്തൂവ നമ്മളിപ്പോൾ ഓൺലൈനിലൂടെ വരുത്തിച്ച് വാങ്ങി. അപ്പോൾ ഇവിടെയുള്ള മഞ്ഞക്കൂവയാണ് ഇപ്പോൾ പറിക്കാൻ പോണത്. ഇതുവരെ കസ്തൂരി മഞ്ഞൾ പറഞ്ഞിട്ടാണ് ഇരുന്നത് 10-35 വർഷം വരെ. അപ്പോൾ അതിനെ പറിക്കാണ് ഞാൻ. മാമ പറിക്കാം. വലിയ മരടാണ്, വലിയ മരടുകളാണ്. ഈ കുട്ടി അതിനെ വൃത്തിയാക്കി എടുക്കുക. ഇതിൻ്റെ പഴയ തള്ളകളൊക്കെ അളിഞ്ഞളിഞ്ഞു പോയി. കഴിഞ്ഞ കൊല്ലത്തെ വിത്തൊക്കെ അളിഞ്ഞു പോയി. കണ്ടില്ല? ഇതാ ഈ വർഷത്തെയാണ് ഇതൊക്കെ. ഒരു ചെടിയാണ്. ഒരു ചെടിയിൽ ഇപ്പോൾ എത്ര ഉണ്ട് കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര കാലം വരെ കസ്തൂരി മഞ്ഞളെന്ന് വിശ്വസിച്ച് ചെയ്തിട്ടുള്ള മഞ്ഞക്കൂവ. ഇതാ ഒരു ഇതിന്ന് ഇത്ര കിട്ടി. ഇതാണത്. ഇതാണുള്ള അതിൻ്റെ കളറ് മഞ്ഞ കളർ. ഇതാ മുറിച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ കളറുണ്ടാവും. ഇതാ മഞ്ഞ കളറ്. നല്ല മണമൊക്കെ ഉണ്ട്. മുഖത്ത് തേച്ചാൽ ഇതിന് ചെറിയ നീറ്റിലുണ്ടാവുന്ന പറയണത്. അപ്പോൾ ഇതിനെ ആണ് നമ്മൾ 3-4 പ്രാവശ്യം ഇതിനെ അരച്ച് കഴുകി നൂറാക്കി എടുക്കും. അത് വയറിളക്കം, ചെറിയ കുട്ടികൾക്ക് ആഹാരത്തിനൊക്കെയാണ് ഇത് കൊടുക്കുക. അങ്ങനത്തെ ഒരു ആവശ്യത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ കുവിയിൽ ഇതതിൻ്റെ തള്ളയാണ്, അമ്മ. ഇതാണ് അതിൻ്റെ കുട്ടികൾ, പിള്ള. അതിനുണ്ടായി വന്നത്. ഇത് വേനൽക്കാലത്ത് അതിന് നിലനിൽക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നൊരു സാധനമാണ്. വെള്ളം പിടിച്ച് വെക്കുക. വേനൽക്കാലത്ത് ഇതിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നിലനിർത്തും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്ന ഈ തൂങ്ങണ സാധനങ്ങളൊക്കെ. ഇതുണ്ട് ഈ തൂങ്ങണത്. ഇതാ ഇങ്ങനെയുള്ളതൊക്കെ ഇതാ നിറയുണ്ട്. ഇതാ തൂങ്ങണ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇത് ഒന്നിനും ആവശ്യമില്ല. അതിന് വേനൽക്കാലത്ത് നിലനിൽക്കേണ്ട ഇതിൻ്റെ ഒറ്റ ആവശ്യമാണ്. അപ്പം നമ്മൾ വാങ്ങിയ കസ്തൂരി മഞ്ഞൾ ഇതാണ്. ഇതാ 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 ഇതിങ്ങനെ ഇരിക്കുക. ഇനി അതും കാണിച്ചു തരാം. എവിടെയത്? ഇതാ ഇതാ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതൊരു ചന്ദന കളറാണ് ഇതിൻ്റെ നിറം. ഇത് മഞ്ഞ കളറ്. ഇതിന് നല്ല കൽപ്പൂരത്തിൻ്റെ മണമുണ്ട്. ഇത് മണമൊക്കെ ഉണ്ട്, നല്ല മണം തന്നെയാണ്. പക്ഷേ ഇത് മുഖത്ത് വെച്ച് ചെറിയ നീറ്റിലുണ്ടാകുന്ന പറഞ്ഞ് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ നീറ്റിലുണ്ടായില്ല. ഇതിന് മാർക്കറ്റിൽ വില 30 രൂപയ്ക്കേ ഉള്ളൂ. 30, 25 അങ്ങനെ പല വിലകളാണ്. പച്ച ഇതിന് 800, 1000 പല വിലയൊക്കെ ഉണ്ട്. പലതരത്തിലാണ് പലവരും വിൽക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇത് നടാം അവിടെ. ഇതിൻ്റെ ഒരു ചെടി മാത്രം പേരിന് നിലനിർത്താൻ നടും. ഇതാണ് ഇപ്പോൾ കൂടുതൽ ഇത് നടുക ഇനി. അപ്പോൾ ശുചിക്കുട്ട വളം എടുത്തിട്ട് വന്ന് നമുക്ക് ഇത് നടാട്ടാ. ബാ ഇത് വെള്ളമൊക്കെ മഴക്കാലത്ത് നിന്നിട്ട് ഊറിയ നല്ല വളപ്പാസികളാണ്. ഈ ചപ്പുമാരി ഉണ്ടാവും, ചേറുകളൊക്കെ ഊറിയതാണ്. അപ്പോൾ ചെടിക്കൊക്കെ നന്നായി വരും. ചെടികളൊക്കെ അളിഞ്ഞ് ഊറിയെടുത്തിട്ടുള്ള നല്ല മണ്ണുകളാണ്. കേട്ടോ മാമ്പ വെച്ച് തരാം. പിടിക്കുക, തോള് വെച്ച് തരാം. മീൻ പിടിച്ചതാ. വാ വാ ശരിക്കട്ടെ. വാ
കൊട്ടിക്കുന്നു ഇതിൽ കൊട്ടിക്കോ. ശരി കൊട്ടിക്കോ. ഇവിടെ കൊട്ടിക്കോ. ഓരോ വിത്ത് നട്ട് കൊടുക്കുക ചെയ്യട്ടെ. കസ്തൂരി മഞ്ഞൾ വിത്ത് ഒന്ന് അതിലിട്ട്. ഇനി അതിലൊന്നിട്ട്. ഇതിൽ ഇതിലൊന്നിട്ട്. ഇതിലൊന്നും കൂടി ഇട് വലുതൊന്ന്. മതി. ഈ മണിട്ട് മൂട കേട്ടാ. വിത്തൊക്കെ മൂടി വയ്ക്കി ശരിക്കുട്ടി. കസ്തൂരി മഞ്ഞൾ ഇനി നന്നായി ഉണ്ടാക്കണം ഇവിടെ അല്ലേ ശരിക്കുട്ടാ? കസ്തൂരി മഞ്ഞൾ മണം നോക്ക്. ഇതാ നല്ല മണമുണ്ടാ. ഇങ്ങനെ സിജുവിനൊക്കെ ചന്തം വരുത്ത ഇങ്ങനെ തേക്കാം മുഖത്തൊക്കെ ട്ടാ. ചന്തം വരണ്ട വെളുക്കണ്ട സിജു. നമ്മളിന്ന് ഇവിടെ ഈ കുവ വെച്ചിട്ട് കുവപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണ്. ശരിക്കുട്ടി നമുക്ക് ചെയ്യാം കേട്ടാ. കുവപ്പൊടി ഉണ്ടാക്കാം. കുവൻ്റെ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുക. ഇതൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇതൊക്കെ വെള്ളം സംഭരിച്ച് വെക്കുന്നതാണ്. വേനൽക്കാലത്ത് ഇതിന് വെള്ളത്തിന് സംഭരിച്ച് വെക്കുന്നതാണ്. ഇത് ഇതിലേക്ക് ആവശ്യമില്ല. ഇതിൽ നൂറൊന്നും കിട്ടില്ല. ശരിക്കുട്ടി നന്നായി കഴുകി വെക്ക്. നല്ല വൃത്തിയിൽ കഴുകി. നന്നായി ഇങ്ങനെ അങ്ങനെ അളക്കും. നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ അപ്പം മഞ്ഞക്കൂവ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. മുമ്പൊക്കെ അങ്ങനെ പറഞ്ഞാൽ അമ്മിക്കല്ലിൽ അല്ലെങ്കിൽ അരിയാട്ട് കല്ലിൽ കാട്ടി അരച്ചിട്ടൊക്കെ എടുക്കുക. ഇപ്പോൾ മെഷീനറികളുണ്ട്. നമ്മളിവിടെ മിക്സിയിൽ അരയ്ക്കാനാണ് പോണത്. പിന്നെ അങ്ങനെ ചീകി എടുക്കാൻ പറ്റും. ചീകുട്ട ചീക്കുട്ടിയും ചെയ്യിക്കോ. ചിരി മുറിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കിയ ഈ കുവനെ ഇങ്ങനെ ചെറുതായി ചെത്തിയിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതേമാതിരി ചീകിയിട്ട് എന്തായാലും അരയ്ക്കണം. അരച്ചിട്ടാണ് ഇത്. അരച്ച ശേഷം നന്നായി അരയ്ക്കും. അരച്ച ശേഷമാണ് ഇത് എടുക്കുക. നമുക്കിനി ഇത് മിക്സിയിൽ അരച്ചിട്ട് വരാം. അരച്ച ശേഷം നമുക്ക് തുണി കെട്ടിയിട്ട് ഇതിൻ്റെ നൂറെടുക്കണം. അരിച്ച് നൂറെടുക്കണം. മതി മതി മതി. ഈ മൂടി വെക്കും. അരിക്കാനാണ് കേട്ടോ ശരിക്കുട്ടതിൽ. നമുക്ക് അരിച്ചെടുക്കാം. മണക്കൊന്നും വേണ്ട. നേരെ ഇങ്ങനെ ആറ്റിക്ക് അറിയില്ല. ഇങ്ങനെ കഴിഞ്ഞു. ഇനി ഒഴിക്കും. ഇനി ഒഴിക്കും. ഇനി ഇവിടെ കൈ കൊണ്ട് ഇങ്ങനെ ഇതിൽ പിടിക്കും. ഇങ്ങനെ അരിച്ചെടുക്കുക. ഇനി ഒഴുക്കി ഇതെടുക്ക്. ഇങ്ങനെ അരിച്ചെടുക്കുക. ഈ മഞ്ഞക്കൂവൻ്റെ ഈ മഞ്ഞ കളർ പോയിട്ട് ഇനി വെള്ള കളറായിട്ട് വരണം. അതിന് 4-5 പ്രാവശ്യം കഴുകുത്. അങ്ങനെയാണിത് കഴുകി വെള്ള കളറാക്കി എടുക്കണം. ഇതാ കൂവ അരിച്ചെടുത്താണ്. ഇതുണ്ട് മഞ്ഞ കളറായിരിക്കുന്നത്. ഈ വെള്ളം മഞ്ഞ കളറാണ്. ഇനി ഇത് വെള്ള കളറാകണം. ഇതങ്ങനെ ഊറിയ ശേഷം നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കളയും. എന്നിട്ട് പുതിയ വെള്ളം നിറച്ചിട്ട് ഇളക്കും. അങ്ങനെ 5 ദിവസം ചെയ്യണം. ഒരു ദിവസം 2 പ്രാവശ്യം 12 മണിക്കൂർ ഇടവിട്ട് ചെയ്യണം. ഇത് ഇനിയിപ്പോൾ ഊറാൻ വെച്ച് കഴിഞ്ഞ് 12 മണിക്കൂർ കഴിഞ്ഞാൽ ഈ വെള്ളത്തിനെ കളയും. മഞ്ഞ വെള്ളത്തിനെ കളയും. മേലോട് വെള്ളത്തിനെ കളയും. കളഞ്ഞ ശേഷം പുതിയ വെള്ളം നിറച്ചിട്ട് നന്നായി ഇളക്കും. ഇളക്കിയ ശേഷം പിന്നെ ആ വെള്ളം ഊറണം. പിന്നെ അതിനെയും 12 മണിക്കൂർ കഴിഞ്ഞാൽ കളയും. അങ്ങനെ 5 ദിവസം ചെയ്യണം. അപ്പോൾ 10 പ്രാവശ്യം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ അങ്ങനെ മഞ്ഞ കളർ പോയിട്ട് വെള്ള കളറാവും. അപ്പം മഞ്ഞക്കൂവ നമ്മൾ മിക്സിയിൽ ഇതവിടെ അരിച്ചെടുത്തിട്ട് ഇതിനെ ഊറാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് 2 ബക്കറ്റ്. ഇതതിൻ്റെ പിണ്ടിയാണ്. അത് പറഞ്ഞാൽ ഇതിൽ നാരും ഇതൊക്കെയാണ് അതിൻ്റെ വേസ്റ്റ്. ഇത്രയും വേസ്റ്റ് കിട്ടി. ഇതിന് ഊറണം. ഒരു 12 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ വെള്ളം മാറ്റും. ഇതിനെ ഇളക്കിയിട്ട്. അപ്പം ഞാൻ ബാക്കി കാണിച്ചു തരാം. 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഊറാൻ വയ്ക്കുക. ഇതിപ്പോൾ മഞ്ഞ കളറാണ്. നമുക്കിനി ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഇത് വെള്ള കളറായിട്ട് എടുക്കണം മാവ്. ഈ മാവ് കൊണ്ട് നമുക്കിനി അരുവി ഉണ്ടാക്കി നോക്കണമെന്ന്. എങ്ങനെയാണെന്നൊരു ശ്രമം നടത്തി നോക്കണം. മഞ്ഞക്കൂവ ഊറാൻ വെച്ചത് 12 മണിക്കൂർ കഴിഞ്ഞു. ഊറ്റിയെടുക്കുക.
ഇതാണ് അതിൽ ഊറിക്കിടക്കുന്നത്, കണ്ടില്ലതാ. ഇതാണ് ഊറിക്കിടക്കുന്നത് മഞ്ഞക്കൂവ, ഊറിയത്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഇതേമാതിരി ഇനിയും വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് 12 മണിക്കൂർ അങ്ങനെ കലക്കിയിട്ട് ഒരു ദിവസം 2 പ്രാവശ്യം ഇങ്ങനെ വെള്ളം കലക്കി മാറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ 5 ദിവസം ചെയ്യണം, 10 പ്രാവശ്യം. അപ്പോഴാണ് ഇതിന്ന് കുവന്നൂറ് കിട്ടുക. ഇനി ഇതിനെ ഊറാൻ വെച്ചതിനെ നമുക്ക് അടച്ച് വെച്ച് എടുത്ത് വയ്ക്കാം. 12 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇനിയും ചെയ്യാം. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഇപ്പോൾ 5 ദിവസമായി നമ്മൾ ഒരു ദിവസം 2 പ്രാവശ്യം വെച്ചിട്ട് വെള്ളം മാറ്റിക്കൊണ്ടേയിരുന്നു. നല്ല മഞ്ഞ കളറായിരുന്നു. ഇപ്പോൾ വെള്ളം ഇങ്ങനെ മാറി ഈ കളറായി, വെള്ള കളറായി. ഇതാ കണ്ടില്ലേ? അപ്പോൾ ഈ വെള്ളം നമുക്ക് അടിയിൽ ഊറിയിട്ടുണ്ട്, കസ്തൂരി മഞ്ഞളുടെ പൊടി. നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കളയാം. ഇതാ ഇതുള്ള അടിയിൽ ഊറിക്കിടക്കുന്ന കസ്തൂരി മഞ്ഞൾ ഒരു ചന്ദന കളറിൽ. ഇതാ ഉണങ്ങിയത് വെള്ള കളറാവും, കട്ടി കിടക്കുന്നതാ. അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടനെ എടുത്തിട്ട് ഈ പാത്രത്തിൽ ഉണക്കാൻ വേണ്ടി വെക്കാം. ഇതാ ചീക്കുട്ട ഇതാ കണ്ട കട്ടി, അതിൻ്റെ കട്ടിയിൽ ഇതാ. അത്ര കസ്തൂരി മഞ്ഞൾ ശരിയാക്കിയിട്ട് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഭയങ്കര ബലമാണ്, കല്ലുമാതിരി ഉണ്ട്, പാറമാതിരി ഉറച്ചിരിക്കും. അപ്പോൾ നമ്മൾക്ക് എല്ലാം കൂടി ഇതിൽ കലക്കിയിട്ടൊന്ന് ഊറാൻ വെക്കാം. ഇത് നല്ല ബലത്തിലുണ്ട് ഇപ്പോൾ, അത് കാരണം ഇതിലെല്ലാവിടെയും പരന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്ത് ഇത് എല്ലാവിടെയും പരത്തി വെച്ച ശേഷം ഈ വെള്ളത്തിനെ നമ്മൾ ഒരു 12 മണിക്കൂർ കഴിഞ്ഞ ശേഷം കളയും. എന്നിട്ടാണ് ഉണക്കാൻ വയ്ക്കുക. ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, ഇതിപ്പോൾ വൈകുന്നേരമാണ്, ഈ വെള്ളം ഒഴിച്ച് കളഞ്ഞ ശേഷം രാവിലെ ഇത് നമുക്ക് ഉണക്കാൻ വയ്ക്കാം. രാവിലേക്ക് നന്നായി ഊറിയിട്ടുണ്ടാവും, വെള്ളം തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ആ തെളിഞ്ഞ വെള്ളത്തിനെയും കൂടി കളഞ്ഞ ശേഷം നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ല പണിയുള്ള കാര്യങ്ങളാണ്. നമ്മൾ 100 ഗ്രാമൊക്കെ വാങ്ങുമ്പോൾ നല്ല വില കൊടുക്കുന്നുണ്ട്. എന്താ ഇതിന് ഇത്ര വില പറഞ്ഞാൽ ഇതിന് നല്ല പണികളാണ് ഉള്ളത്. ഇങ്ങനെ വെള്ളം മാറ്റൽ, ദിവസം 5 ദിവസം 10 പ്രാവശ്യം വെള്ളം മാറ്റൽ, അങ്ങനെ ഒരുപാട് പണികളുണ്ട് ഇതിന്. മായമില്ലാത്ത നല്ല സാധനം കിട്ടും. ഈ വെള്ളം ഊറിയ ശേഷം നമ്മൾ രാവിലെ നേരത്തെ ഒഴിച്ച് കളഞ്ഞ് പറഞ്ഞാൽ ഇത് കട്ടിയായിരിക്കും. എന്നിട്ടാണ് വെയിലത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ അരി, ഗോതമ്പ്, വേറെ മാവുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഒരു ദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം ഒഴിച്ച് കളഞ്ഞാൽ സ്മെല്ലുണ്ടാവും. ഇത് ഈ 5 ദിവസം ഇങ്ങനെ വെള്ളം മാറ്റിക്കൊണ്ടിരുന്നിട്ടും ഇതിനൊരു സ്മെല്ലോ ഒരു വ്യത്യാസമോ ഒരു വൃത്തികെട്ട ഒരു സ്മെല്ലും ഇല്ല. നമ്മൾ എന്നാണ് പുതിയ വെള്ളം ഒഴിച്ച് അതേ സ്മെല്ലാണ് ഉള്ളത്. ആ കസ്തൂരി മഞ്ഞളുടെ മണവും കൂടി ഇതിനില്ല. നല്ലൊരു മാവിൻ്റെ സ്മെല്ല് തന്നെയാണ് ഇതിനുള്ളത്. അപ്പം നമ്മളിത് മൂടി വെക്കുന്നുണ്ട്, രാവിലെ ഒഴിച്ചെടുക്കാം. മഞ്ഞക്കൂവ 12 മണിക്കൂർ കഴിഞ്ഞു നമ്മൾ ഊറാൻ വെച്ചാണ്. ഇപ്പോൾ മഞ്ഞ കളർ പോയിട്ട് വെള്ള കളറായിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ ഒഴിച്ച് കളയുന്നതാണ്. ഫുള്ള് ഒഴിച്ച് കളഞ്ഞതാണ്. ഇനി ഇതിങ്ങനെ ആക്കിയാലും പോകുമൊന്നുമില്ല, അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതിന് ഉണക്കാൻ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ പാത്രത്തിലാക്കിയത്. നമ്മൾ മഞ്ഞക്കൂവ പൊടിച്ചതൊക്കെ ഉണങ്ങിയതാ. മഞ്ഞ പോയിട്ട് വെള്ള കളറുള്ള മാവ് മാതിരിയായി. ഇത് കണ്ടില്ലതാ, മഞ്ഞക്കൂവ പൊടിച്ച് ഇതെല്ലാം ഉണങ്ങിയതാ, ക്രിസ്റ്റൽ മാതിരിയായതാ. ഇനി ഇത് മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് പൊടിക്കുക, അല്ലെങ്കിൽ കയ്യിലിട്ട് തിരുമ്പിയാലും മതി, മാവായി. അപ്പോൾ മഞ്ഞക്കൂവയൊക്കെ ഉണങ്ങി ഇപ്പോൾ നല്ല വെള്ള കളറായി. നമുക്കിനി ഇതിലെടുത്ത് വെക്കാം. ക്രിസ്റ്റൽ മാതിരി ആയി ഉണങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. അങ്ങനെയല്ല, ആ കൈ കൊണ്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകാം.
ഷിജു നാരങ്ങ ചെടി വെക്കാൻ പോണല്ലേ? ഓറഞ്ച് ഇല്ലേ? മഞ്ഞ ഓറഞ്ച് അല്ലേ? ആ ഷിജു പിടിച്ചോ. മഞ്ഞ കളർ ഓറഞ്ച്. ഷിജിന് ഓറഞ്ച് ഇഷ്ടമല്ലേ? തൊലിയോട് കൂടി കടിച്ചു തിന്നാനേ. ചിരിക്കുട്ടി മഞ്ഞ ഓറഞ്ച്, നാഗപ്പൂർ ഓറഞ്ചാണിത്. എന്താണ് നാഗപ്പൂർ ഓറഞ്ച്? നാഗപ്പൂർ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാകുന്ന മധുരമുള്ള ഓറഞ്ചാണ്. വെക്കുക ചിരിക്കുട്ട, പിടിക്ക് പിടിക്ക്. ഇപ്പൊ ഇതിൽ കായൊന്നുമില്ല അല്ലേ? ഇല്ല, ഇപ്പൊ കായൊന്നുമില്ല. ഇത് പെട്ടെന്ന് കായ്ക്കുന്നതാണ്. പെട്ടെന്ന് കായ്ക്കും. ഇതെന്താ എല്ലുപൊടിയാ? എല്ലുപൊടി. കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നതാ. അടിയിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. കുറച്ച് എല്ലായിടത്തും വരുന്ന നോക്കും മാനക്കുട്ടി. എന്തൊക്കെ പണിയാണ് ചെയ്യണേ? വെള്ളം നനയ്ക്ക്. മുകളിൽ കൂടെ നനച്ചു വിട്ടാ. കുറച്ച് മുകളിൽ ചെടിയിൽ. ഇവിടെ 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 ചെടിയിൽ. ഇതിൽ ഇവിടെ ഇലയിൽ ഇലയിൽ ഇവിടെ 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 ഒഴുക്കി. ഇവിടെ ഉണ്ടാവണ പോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിടിക്കും. വെയിൽ പിടിക്കും. ശിരികുട്ടൻ അന്ന് മണ്ണൂത്തി പോയിട്ട് വാങ്ങിച്ചില്ലേ തായ്ലാൻഡ് ഓറഞ്ച്? ചിരിക്കുട്ടൻ പറിച്ച് കഴിക്കും. പച്ചക്ക് തിന്നില്ലേ? പുളിപ്പ് വലിയ ഇഷ്ടമാണ്. തായ്ലാൻഡ് ഓറഞ്ചിന്റെ കവർ മാറ്റാട്ടെ ശ്രീകുട്ട. തായ്ലാൻഡ് ഓറഞ്ചാണ്, വലിയ ഓറഞ്ചാണിത്. ശ്രീകുട്ടി വെച്ചോ. ഉണ്ട്. മാമിക്കലി താഴെ എത്തിയല്ല. താഴെ വെക്കും. താഴെ വെച്ചോ, താഴെ വെച്ചോ, കറിയാവും. താഴെ വെക്ക്. ശ്രീകുട്ടൻ നമുക്ക് ഇതും കൊണ്ട് ഉണ്ണിത്തണ്ട് കറി, വാഴപ്പുണ്ടിയും കൊണ്ട് നമുക്ക് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാട്ടെ ശ്രീകുട്ട. കൊണ്ടാട്ടം ഉണ്ടാക്കി തരാട്ടാ. ഓവരാ. ചിരിക്കുട്ട ഉണ്ണിത്തണ്ടും കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പം അതിനു വേണ്ടി ഉണ്ണിത്തണ്ടൊക്കെ വാഴപ്പിണ്ടി ഒക്കെ മുറിക്കണി, പൊടി പൊടിയായി മുറിച്ചെടുക്കണം ശരി. ഒപ്പം ക്യാരറ്റും ഒരു ചേർക്കുന്നുണ്ട്, ചുവപ്പ് കളർ കിട്ടാൻ. ഒരു ചെറിയൊരു ക്യാരറ്റ് ഇട്ടുണ്ട്. അപ്പം നല്ല കളറ് കിട്ടും ഉണ്ണിത്തണ്ടിന്. ചിരിക്കുട്ട നന്നായി മുറുക്കി, ഭാഗം ഭാഗം മുറുക്കി. ഇതൊന്നും പൊടി പൊടിയായി മുറിക്കും. ജ്യൂസ് ഇല്ലേ? ശ്രീകുട്ട എന്നാ വാഴപ്പിണ്ടി ജ്യൂസ് എന്നാ ശ്രീകുട്ട, വാഴപ്പിണ്ടി ജ്യൂസ് സ്ട്രോബെറി കഴിക്കും. വാഴപ്പിണ്ടിയും ബീട്രൂട്ടും കൂടി ഇട്ടിട്ടുള്ള ജ്യൂസാണ്. സൂപ്പറായിട്ടുണ്ട്. കൂടെ സ്ട്രോബെറി കടിക്കാൻ. നന്നായിട്ടുണ്ട്. നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോകുക. അരി നന്നായി അരച്ചെടുത്താണ്. പച്ചരി നന്നായി അരച്ചെടുത്താണ്. ശ്രീകുട്ട അത് ഒഴുക്കി. അപ്പോൾ പച്ചരി നമ്മളിവിടെ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പച്ചരിക്ക് 4 ഗ്ലാസ് ഉണ്ണിത്തണ്ട് മുറിച്ചതാണ് ആവശ്യം. അപ്പം നമ്മളിവിടെ 2 ഗ്ലാസ് പച്ചരി എടുത്തിരിക്കുന്നത്. അപ്പോൾ 8 ഗ്ലാസ് ഉണ്ണിത്തണ്ട് മുറിച്ചതുണ്ട്. നന്നായി വെള്ളം ചേർത്ത് ഒരു 3-4 മണിക്കൂർ പച്ചരി കുതിർന്ന ശേഷമാണ് നമ്മൾ അരയ്ക്കേണ്ടത്. അരച്ച ശേഷം നന്നായി വെള്ളം ചേർത്ത് നന്നായി വേവിക്കണം. നന്നായി വെന്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ണിത്തണ്ട് അരച്ചതിടാം. ഉണ്ണിത്തണ്ട് അരച്ചത് ചേർക്കുന്നുണ്ട് ഞാനിവിടെ. ശ്രീകുട്ടപ്പാ ഇതിൽ ഒഴിച്ചു. കളറ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ബീട്രൂട്ടിന് അരച്ച് ചേർക്കുന്നുണ്ട്. സിജു ഇതിൽ ഒഴിക്കുന്ന അരച്ച് ചേർക്കുന്നുണ്ട്. സിജു ഇനി ഇളക്ക് സിജു ഇളക്ക്.
സിജു ഇളക്ക്. ആ നന്നായി ഇളക്ക്. സിജിക്കുട്ട ഉപ്പ് ഇടുന്ന ഇതാ ഉപ്പുണ്ട്, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് സിജുട്ട. ആ ഞാൻ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി എള്ളിട് സിജിക്കുട്ട, കുറച്ച് എള്ള്. എന്നാ എള്ള് ചേർക്ക്. ആ ഇനി കുറച്ച് ഓമ ഇട്. ആ ഇനി കുറച്ച് ജീരകം ഇട് സിജിക്കുട്ടി. കുറച്ച് മുളക് പൊടി ഇട് സിജിക്കുട്ട. കുറച്ച് മുളക് പൊടി ഇടുന്ന, കുറച്ച് മുളക് പൊടി ഇട്. ആ മുളക് പൊടി ഇട് സിജിക്കുട്ട, മണക്കണ്ട. ആ ആ എന്നാൽ അയാൾ കായം ചേർക്കുന്നുണ്ട്, കുറച്ച് കായപ്പൊടി പോരാ, എത്ര പോരാ. ആ മതി, ചെറിയൊരു മണത്തിന് പിടിക്കും. സിജിക്കുട്ട വാഴപ്പുണ്ടി കൊണ്ടാട്ട് നന്നായി ഇളകി വരട്ടെ. ആ നന്നായി ഇളക്ക്. ആ നന്നായി മുറുകി വരണം ഇത്. ആ സിജിക്കുട്ടി ഇളക്ക്, നന്നായി ഇളക്ക്. ആ ആ നന്നായി ഇളക്കി സിജിക്കുട്ട. ഇതാണ് ഇതിൻ്റെ പാകം. ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ആറിയ ശേഷം നമുക്കിത് അച്ചിൽ വെച്ചിട്ട് പീച്ചെടുക്കുക, അല്ലെങ്കിൽ മിൽമൻ്റെ കവറിലിട്ടിട്ട് പീച്ചെടുക്കുക, എന്നിങ്ങനെയൊക്കെ ചെയ്യാം. വളയാൻ പറ്റില്ല കേട്ടാ. ആ സിജിക്കുട്ട. ആ ഏട്ടൻ ബീച്ചിക്കോ നന്നായിട്ട് വളയാണ്ട് വരട്ടേട്ട സിജിക്കുട്ട. ആ അങ്ങനെ ചന്തത്തിൽ വരണം, നീളത്തിൽ. ആ സിജിക്കുട്ട പീച്ചിക്കോ, വളയാണ്ട് പീച്ചിക്കോ. സിജിക്കുട്ട കൊണ്ടാട്ടം വളയാണ്ട് വരട്ടേട്ട, അങ്ങനെ ചന്തത്തിൽ. ആ സിജിക്കുട്ട കൊണ്ടാട്ടമൊക്കെ പീച്ച് സിജിക്കുട്ട ഉണക്കാൻ വെക്കുക. ഇവിടെ വെയിലത്ത് വെക്കുന്ന മാമ്പുട്ട് ഇവിടെ വെക്കുക, വെയിലത്ത് വെക്കുക. അടുത്തെടുത്തിരുവാ സിജിക്കുട്ട, എടുത്തിരുവാ, ഉണക്കാൻ വെക്കുക. ആ ഇവിടെ ഉണക്കാൻ വെക്കുക. ഇവിടെ വെയിൽ വരും, ഇവിടെ വെയിൽ കിട്ടുക. സിജിക്കുട്ട ഉണക്കാൻ വെക്കുക, ഓരോരും എടുത്ത് കൊണ്ടുവന്ന് വെക്കുക. ആ അവിടെ വെച്ച അടുത്ത വെക്കുക സിജിക്കുട്ട. അപ്പൊ കൊണ്ടാട്ടമൊക്കെ വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഉണങ്ങിയ ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇല്ല സിജിക്കുട്ട? ആ സിജിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മഞ്ഞക്കൂവനെ കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കി വെള്ള നിറത്തിലുള്ള കൂവപ്പൊടിയാക്കി. ഈ കൂവപ്പൊടിനെ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ടിട്ട് നീല കളറുള്ള അരുവി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും നാളെ തന്നെ ഇടും. അത് നാളെ തന്നെ എല്ലാവരും ആ വീഡിയോ കാണണം. വളരെ മനോഹരമായിട്ടുള്ള നല്ല ചന്തമുള്ള അരുവിയാണ്, സൂപ്പറായിട്ടുണ്ട്. ഈ മഞ്ഞക്കൂവം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ എല്ലാവരും ചെയ്യണം. താങ്ക് യു.